ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതെ അർജുൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ട്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിക്കും. 8 മണിക്ക് തെരച്ചിൽ ആരംഭിക്കാനായിരുന്നു തീരുമാനം. മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. തെരച്ചിൽ മേഖല ബാരിക്കേഡ് കെട്ടി അടച്ച മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് ആരംഭിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. അലക്സ് റാം, തെരച്ചിൽ ആരംഭിച്ചോ? SK 8 മണിയായിരുന്നു പറഞ്ഞിരുന്ന സമയം. ഈ ഡ്രഡ്ജർ സംഘവും അതുപോലെ ഈ തെരച്ചിൽ സംഘവും പറഞ്ഞിരുന്ന സമയം 8 മണിയാണ്. 8 മണി കഴിയുന്നു, ഇനിയും തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു വൈകൽ തുടരുന്നു, ഒരു കാലതാമസം എടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡ്രഡ്ജറും മറ്റു സംവിധാനവും ഒക്കെ തിരച്ചിലിനുള്ള സജ്ജീകരണങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. അവർക്കുള്ള അനുമതിക്ക് അവർ കാക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം കളക്ടറും അതുപോലെ SP അടക്കമുള്ളവർ വന്ന് പരിശോധന നടത്തിയതിനു ശേഷമായിരുന്നു ഡ്രഡ്ജിങ്ങിന് അനുമതി നൽകിയത്. അതും കേവലം അരമണിക്കൂർ പരിശോധന മാത്രമാണ് ഇന്നലെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു അനുമതിക്ക് ഒരുപക്ഷെ അവർ കാക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണെങ്കിലും 8 മണിക്ക് ആരംഭിക്കും എന്ന് പറഞ്ഞ ആ മണ്ണുനീക്കം ഇനിയും ആരംഭിച്ചിട്ടില്ല. മറ്റെല്ലാ സംവിധാനങ്ങളും ഒരുക്കമാണ്. അത് ഈശ്വർ മാൽപ്പെ അടക്കമുള്ള ഈ മുങ്ങൽ വിദഗ്ധരുടെ സംഘവും ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. SK പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയൊക്കെ കർണാടക പോലീസ് സ്വീകരിച്ചിരുന്നത് പോലെ ഒരു നിലപാട് മാധ്യമങ്ങളോട് ഇപ്പോഴും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഈ തിരച്ചിൽ മേഖല, ഈ ദൌത്യ മേഖല ഇങ്ങനെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. ഈ മേഖലയ്ക്ക് നേരത്തെ നമ്മൾ ആദ്യ ഘട്ടത്തിലൂടെ വരുമ്പോൾ രാവിലെ നമ്മൾ തൊട്ടടുത്ത് വന്ന് ദൃശ്യങ്ങൾ എടുത്ത് പ്രേക്ഷകർക്ക് കാണിച്ചതാണ്. ഇപ്പോൾ അത്തരത്തിൽ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കാത്ത വിധം ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ ദൌത്യ മേഖല, ഈ തിരച്ചിൽ മേഖലയെ നിയന്ത്രിച്ചിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് അതിന് പിന്നിൽ മാത്രമാണ് പ്രവേശനം. നമ്മളോട് ഇവിടെ നിന്ന് മാറാനാണ് യഥാർത്ഥത്തിൽ പറഞ്ഞത്. തൊട്ട് പിന്നിലേക്ക്, നേരത്തെ ക്ഷേത്രം ഉണ്ടായിരുന്ന ഇടത്തേക്ക് മാറാനാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ നിർബന്ധിച്ചതിനെ തുടർന്നാണ് ബാരിക്കേഡിന് പിന്നിൽ നിൽക്കാനുള്ള സമ്മതമെങ്കിലും അനുമതിയെങ്കിലും അവർ നൽകിയതെന്നുള്ളതാണ്. പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി ഇവിടെ എത്തുന്നുണ്ട്. മാധ്യമങ്ങളോട് അവർ ആ നിയന്ത്രണം പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ള SK മറ്റു സംവിധാനങ്ങൾ ഒരുക്കമാണ്. നമ്മുടെ ദൃശ്യങ്ങളിൽ CP4 എന്ന് പറയുന്ന പോയിന്റ് കാണാം. അവിടെ വാട്ടറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ കാണാം. അതിന് ഏതാണ്ട് ഒരു 30 മീറ്റർ ചുറ്റളവിലായിരിക്കും ഇന്ന് പ്രധാനമായി പരിശോധന, ഈ മണ്ണുനീക്കം കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്നലെ അടക്കം നടത്തിയ മണ്ണുനീക്കത്തിൽ ചില സൂചനകൾ ലഭിച്ചിരുന്നു. അത് ഈ അർജുന്റെ വാഹനത്തിന്റേതെന്ന് സംശയിക്കുന്ന ലോഹഭാഗങ്ങൾ, അത് അദ്ദേഹത്തിൽ ഈ വാട്ടർ ടാങ്ക് ഘടിപ്പിച്ചിരുന്ന ഒരു ബേസ്മെന്റിന്റെ ഒരു ലോഹത്തിന്റെ ഭാഗം, അത്തരത്തിൽ ചില കയറിന്റെ ചില കഷ്ണങ്ങളൊക്കെ അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അത് ചുരുങ്ങിയ സമയം മാത്രമാണ് ഇന്നലെ ഈ മണ്ണുനീക്കം നടന്നത്. ഇന്ന് ആ മേഖല കേന്ദ്രീകരിച്ച് കാര്യമായി പരിശോധന നടത്തുമ്പോൾ ഈ ലോറിയെ സംബന്ധിച്ച് ഒരു സൂചന ലഭിക്കും എന്ന പ്രതീക്ഷ തിരച്ചിൽ സംഘത്തിനുണ്ട്. അതുമാത്രമല്ല അർജുന്റെ കുടുംബത്തിനുണ്ട്. അർജുന്റെ സഹോദരിയോടൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. SK നേരത്തെ അർജുന്റെ സഹോദരിയോട് സംസാരിച്ചതാണ്. അവർ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. അതായത് അർജുന്റെ തിരോധാനത്തെ സംബന്ധിച്ച ഒരു സൂചന ലഭിക്കും എന്നതിലാണ് അവർ പ്രതീക്ഷ വെക്കുന്നത്. 69ാം ദിവസമാകുന്ന SK ഏതാണ്ട് 68 അടി വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന ഒരു നദിയാണ് ഈ ഗംഗാവലി പുഴ. അവിടെ നിന്ന് ഈ വെള്ളം പൂർണ്ണമായി ഏറെക്കുറെ ഇറങ്ങി പോയിട്ടുണ്ട്. അതിന്റെ വേഗത കുറഞ്ഞിട്ടുണ്ട്. ഒരു നോട്ടായി പുഴയുടെ വേഗത കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഈ പരിശോധന നടത്താൻ, മണ്ണുനീക്കം നടത്താൻ, അത് മാത്രമല്ല ഈശ്വർ മാൽപ്പയ്ക്കും അദ്ദേഹത്തിന്റെ സംഘത്തിനും, അതല്ല നാവിയുടെയോ സ്കൂബയുടെയോ മുങ്ങൽ വിദഗ്ധരുടെ സംഘമുണ്ടെങ്കിൽ അവർക്കിറങ്ങി നദിക്ക് അടിയിൽ, അതായത് മണ്ണ് നീക്കിയതിനു ശേഷം നദിക്കടിയിൽ ഇറങ്ങിയുള്ള പരിശോധന നടത്താനുള്ള എല്ലാ കാലാവസ്ഥയും, അനുകൂല കാലാവസ്ഥയും ഉണ്ട്. ഈ അതിനകത്തെ വിസിബിലിറ്റി പോലും അത്രയും കൃത്യമായിരിക്കും. കാരണം തെളിനീര് പോലെ ഒഴുകുകയാണ് ഇപ്പോൾ പുഴ. അതിന് നടുക്ക് ഈ മൺകൂനകൾ കാണാം. ആ മൺകൂന കാണുന്ന പ്രധാനപ്പെട്ട ഇടത്ത്, ഒരുപാട് മണ്ണങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇടത്താണ് മറ്റു പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ, കോണ്ടാക്ട് പോയിന്റുകൾ 3 അടയാളപ്പെടുത്തിയത് ആ മേഖലയിലാണ്. ഈ CP4 അല്ലെങ്കിൽ അതിനു ചുറ്റുപാടും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയ്ക്ക് ശേഷമായിരിക്കും മറ്റിടങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 3 ദിവസത്തെ അനുമതിയാണ് ഡ്രഡ്ജർ കമ്പനിക്ക് നൽകിയിട്ടുള്ളതെങ്കിൽ പോലും തിരച്ചിലിനെ സംബന്ധിച്ച് അത് ദിവസം നീട്ടണമെങ്കിൽ 10 ദിവസം വരെ അതാകാം എന്ന് ഉത്തരകന്നഡ കളക്ടർ അല്പം മുമ്പ് 24നോട് വ്യക്തമാക്കുകയും ചെയ്തു. എന്താണെങ്കിലും തിരച്ചിലിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. മണ്ണ് നീക്കുന്നതിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഷിരൂരിൽ നിന്ന് അലക്സ് റാം മുഹമ്മദാണ് നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ വാർത്താ സംഘം അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. ട്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ആരംഭിക്കും. അതിൻ്റെ തത്സമയ വിവരങ്ങളുമായി അവർ വീണ്ടും നമുക്കൊപ്പം ചേരും. അലക്സ് റാം മുഹമ്മദിൻ്റെ നേതൃത്വമുള്ള ഒരു വാർത്താ സംഘം ഷിരൂരിൽ ക്യാമ്പ് ചെയ്യുന്നു.